ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ്സ് ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 150ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ഇൻ ദ പിക്ചർ ബിലോ. ഫിഗർ തന്നിട്ടുണ്ട്, അപ്പോൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, 4 സൈഡും അതിൻ്റെ ഡയഗണലിൻ്റെ ലെന്ത് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ഈ ഫിഗറിൽ ഈ എ ഡി എന്ന് പറയുന്ന ലൈൻ, ഇതിൽ എക്സ് കോർഡിനേറ്റ് ഇവിടെ -3 ഇവിടെ -3 ആണ്. അപ്പോൾ ഇത് വൈ ആക്സിന് പാരലാണ്. അതുപോലെ തന്നെ എ ബി എന്നുള്ള ലൈൻ, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് -2 ആണ്, ഈ ബിയിലും -2 ആണ്. അതിനർത്ഥം ഇത് എക്സ് കോർഡിനേറ്റിന് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് ഇതിന് പാരലാണ്. അപ്പോൾ ഈ എ ബിയും എ ഡിയും കണ്ടുപിടിക്കാൻ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയുടെ ആവശ്യമില്ല, സാധാരണ ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ഈ സി ഡി ബി സി അതുപോലെ വരയ്ക്കാൻ പോകുന്നതിന് ഡയഗണൽ അതെല്ലാം ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ എ ബി ഈക്വൽ ടു നമുക്ക് മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് എടുത്താൽ മതി. അത് ഈക്വൽ ടു മോഡുലസ് ഓഫ് -3 മൈനസ് ഇവിടുത്തെ വാല്യൂ 1 ഈക്വൽ ടു ഇത് മോഡുലസ് ഓഫ് -4 ആണ്. -3 -1 -4 ഈക്വൽ ടു മോഡുലസ് ഓഫ് -4 മോഡുലസ് ആണ്, അതുപോലെ ഡിസ്റ്റൻസ് ആണ്, നെഗറ്റീവ് വരില്ല, അതുകൊണ്ട് തന്നെ ഇത് 4 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ എയും ഡിയും, അപ്പോൾ എ ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് y1 മൈനസ് y2 ആണ്, കാരണം ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അത് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 മൈനസ് -2, ഇവിടെ 1 ആണ്, 1 മൈനസ് -2 എടുത്തു, ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 പ്ലസ് 2 ഈക്വൽ ടു 3 ആണ്, 3 യൂണിറ്റ്. അടുത്തത് ബി സി കണ്ടുപിടിക്കാം. ബി സി ഈക്വൽ ടു, ബി സി എന്ന് പറയുന്നത് ഈ ലൈനാണ്, ഇത് ചെരിഞ്ഞിട്ടാണുള്ളത്, അപ്പോൾ നമുക്ക് ആക്സിസിന് പാരലല്ല, അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ അത് റൂട്ട് ഓഫ് x1 മൈനസ് x2 all square പ്ലസ് y1 മൈനസ് y2 all square. ഈ ഫോർമുല മാറി x2 മൈനസ് x1 all square പ്ലസ് y2 മൈനസ് y1 all square എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. എടുക്കുന്ന കോർഡിനേറ്റ്സ് ആ പോയിന്റ്സ് മാറിപ്പോരുത്. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇപ്പോൾ ഇതിനെ നമ്മൾ x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എടുത്താൽ 1 മൈനസ് 0 all square പ്ലസ് -2 മൈനസ് 0 all square എന്ന് കിട്ടും. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 0 1 സ്ക്വയർ പ്ലസ് -2 മൈനസ് 0 -2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4 ഈക്വൽ ടു √5 എന്ന് നമുക്ക് കിട്ടും. ഇനി ഡി സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി സി, ഇതാണ് -3 all square, ഇപ്പോൾ 0 0 ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് എടുക്കുന്നു. -3 all square പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -3യുടെ സ്ക്വയർ 9 പ്ലസ് 1 ഈക്വൽ ടു √10 എന്ന് നമുക്ക് കിട്ടും. ഇനി ഡയഗണൽ നോക്കുക, എ സിയും ബി ഡിയും. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് -3 പ്ലസ് -2 ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 4 ഈക്വൽ ടു √13 എന്ന് കിട്ടുന്നു. അതുപോലെ ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് -3 -2 മൈനസ് 1 all square ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ -3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 9 ഈക്വൽ ടു √25 ഈക്വൽ ടു 5 എന്ന് കിട്ടും. 4 സൈഡും അതുപോലെ 2 ഡയഗണലും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2 1 3 4 -3 6 വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 3 പോയിന്റ് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് 3 സൈഡിൻ്റെയും ലെന്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ലെന്ത്
ഈ നീളങ്ങൾ തമ്മിലുള്ള ബന്ധം അത് പൈതഗോറസ് തിയറം അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, മട്ടത്രികോണമായിരിക്കും. ചെയ്ത് നോക്കാം. നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഏത് സൈഡാണ് കറക്റ്റ് എന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മൾ പോയിന്റ്സ് കൊടുത്ത് വരച്ചു നോക്കും. റഫായിട്ട് ഫിഗർ വരയ്ക്കുന്നു. എ ബി സി എന്ന് കൊടുത്തു. അപ്പോൾ എയുടെ പോയിന്റ് 2 1 എന്ന് കൊടുത്തു, ബി 3 4 എന്ന് കൊടുത്തു, സിയുടെ പോയിന്റ് -3 6 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. ഹൈപ്പോട്ടനസ് ഏതാണ്, സൈഡ് ഏതാണ്, റൈറ്റ് ആംഗിൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. റഫായിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കുന്നു. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഓർഡറിലല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് പൈതഗോറസ് തിയറം ആ കണ്ടീഷൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സൈഡ് കണ്ടുപിടിക്കാം. ആദ്യം എ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. കാരണം ഇത് വരച്ചപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് ആക്സിന് പാരലായിട്ട് തോന്നുമെങ്കിലും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2ഉം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3ഉം ആണ്. അപ്പോൾ ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഫിഗർ നമ്മൾ റഫായിട്ട് വരച്ചിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് പോയിന്റ്സ് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഫിഗർ. ഈ ഫിഗറിലെ പോലെ ആയിരിക്കില്ല ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോൾ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -1 പ്ലസ് -3 ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 10 എന്ന് നമുക്ക് കിട്ടി എ ബിയുടെ ലെന്ത്. അതുപോലെ തന്നെ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 3 - -3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 36 പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 40 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ സൈഡ് എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 - -3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് -5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 25 ഈക്വൽ ടു റൂട്ട് 50 എന്ന് നമുക്ക് കിട്ടി. എ ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടും. അതുപോലെ ബി സി സ്ക്വയർ ഈക്വൽ ടു 40 എന്ന് കിട്ടും. അതുപോലെ എ സി സ്ക്വയർ ഈക്വൽ ടു 50 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് കിട്ടും. 40 പ്ലസ് 10 ഈക്വൽ ടു 50 ആയിരിക്കുമല്ലോ. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇത് പൈതഗോറസ് തിയറം പ്രകാരം ഇത് ശരിയാണ്. ദ ട്രയാങ്കിൾ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് നമുക്ക് കിട്ടി.